ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിദിൻ. അപ്പം നമ്മുടെ കേട്ടറ്റിൻ്റെ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ആ സ്പെഷ്യൽ കേട്ടറ്റ് വിജ്ഞാപനം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വിജ്ഞാപനം വന്നിട്ടുള്ളത്, ആർക്കാണ് അത് എഴുതാൻ പറ്റുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിക്കളയാം. ഓക്കെ, നമ്മുടെ പത്രത്തിൽ വന്നൊരു ന്യൂസാണ്. സ്പെഷ്യൽ കേട്ടറ്റ് വിജ്ഞാപനം ഈ മാസം തന്നെ ഉണ്ടാകും. അതായത് നമ്മുടെ പുതിയ സുപ്രീം കോടതി വിധി അനുസരിച്ച് നമുക്കറിയാം കേട്ടറ്റ് എന്ന് പറയുന്നത് എന്താണ്, അധ്യാപകർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ 2025 സെപ്റ്റംബറിലായിരുന്നു നമ്മുടെ സുപ്രീം കോടതി അത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 വർഷത്തെ ഒരു കാലാവധിയാണ് അധ്യാപകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തവര് എന്ത് ചെയ്യണം, 2027 കൂടിയിട്ട് ആ ഒരു യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പം അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്പെഷ്യൽ കേട്ടറ്റ് വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. കേട്ടിട്ടില്ലാത്ത മുഴുവൻ അധ്യാപകർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സാധാരണഗതിയിൽ നമുക്കറിയാം കേട്ടറ്റ് യോഗ്യത എന്ന് പറയുന്നത് നിർബന്ധമാണ്. ആ ഇരിക്കുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷയിൽ ഇത്തവണ സർവീസിലുള്ള കേട്ടറ്റ് ഇല്ലാത്ത മുഴുവൻ അധ്യാപകർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. 2023 അതേപോലെ തന്നെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലൊരു സ്പെഷ്യൽ കേട്ടറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സർവീസിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കേട്ടറ്റ് യോഗ്യത നേടാനായിട്ടുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ ഒരു എക്സാം വിളിച്ച സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2016 മുതൽ 2020 വരെ സർവീസിൽ പ്രവേശിച്ചവർക്ക് മാത്രമുള്ളതായിട്ടായിരുന്നു ആ കേട്ടറ്റ് എക്സാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ജനറൽ കേട്ടറ്റ് എക്സാം ഉണ്ട് അല്ലെ, നമുക്കറിയാം ഫെബ്രുവരി 21, 23 നമുക്ക് ജനറൽ കേട്ടറ്റ് എക്സാം വിളിച്ചിട്ടുണ്ട്. എക്സാം നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു എക്സാം എഴുതാനായിട്ട് സർവീസിലുള്ള ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾറെഡി സർവീസിൽ ഇരിക്കുന്ന അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമായിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ജനറൽ കേട്ടറ്റ് എഴുതാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ അവർക്ക് വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, സ്പെഷ്യൽ കേട്ടറ്റിനും അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കറിയാം ഇപ്പൊ നിലവിൽ ഒരു 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ള അധ്യാപകര്, അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 വർഷത്തിൽ താഴെയാണ് നമുക്ക് സർവീസ് ഉള്ളതെങ്കിലും നമുക്കൊരു സ്ഥാനക്കയറ്റം കിട്ടണമെങ്കിൽ കേട്ടറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. അതായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഇരിക്കുന്ന ഒരു സമയത്ത് എന്താണ്, നമുക്കറിയാം 2016 മുൻപേ കയറിയവരും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കേട്ടറ്റ് യോഗ്യത നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ഈ മാസത്തോട് കൂടിയിട്ട് നമുക്കൊരു പുതിയ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കേട്ടറ്റ് വിജ്ഞാപനം ഇറങ്ങാനായിട്ട് പോകുന്നത്. 2 വർഷത്തിനുള്ളിൽ ടെറ്റ് പാസ്സാകണം. സർവീസിലുള്ള എല്ലാ അധ്യാപകർക്കും സ്ഥാനക്കയറ്റത്തിന് ടെറ്റ് നിർബന്ധമാണ്. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ച വർഷപരിധി ഇല്ലാതെ, അതായത് ഇത്ര വർഷം മുതൽ അധ്യാപക ജോലിയിൽ കയറിയിട്ടുള്ളവർക്ക് മാത്രമല്ല, മറിച്ച് സർവീസ് അവസാനിക്കാനായിട്ട് 5 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ 5 വർഷത്തിൽ താഴെയാണ്, പക്ഷെ നിങ്ങൾക്കൊരു സ്ഥാനക്കയറ്റം വേണം, ഒരു പ്രൊമോഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ടെറ്റ് നിർബന്ധമായിട്ടും എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ കേട്ടറ്റ് വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇതനുസരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയറിൽ പരിഷ്കരണം നടത്തുകയാണ്. അപ്പം അതിനനുസരിച്ചായിരിക്കും നമുക്കൊരു സ്പെഷ്യൽ കേട്ടറ്റ് വരാനായിട്ട് പോകുന്നത്. 2023 5000-ഓളം പേരും കഴിഞ്ഞ വർഷം 2000-ഓളം പേരും മാത്രമാണ് കേട്ടറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം കുറച്ചധികം ആളുകൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കേട്ടറ്റ് ഇല്ലാതെ അധ്യാപക ജോലിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്കൊരു സുപ്രീം കോടതി വിധി അനുസരിച്ച് 2027 വരെ നമുക്ക് എഴുതിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. 2025 വിധി വന്നു, 2 വർഷത്തിനുള്ളിൽ എഴുതിയെടുക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2 വർഷങ്ങളിലായിട്ട് ഇത്തരത്തില് പരീക്ഷാ ഭവന്റെ ഭാഗത്തു നിന്നും സ്പെഷ്യൽ കേട്ടറ്റ് ഇനി നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കേട്ടറ്റിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷൻ നമുക്ക് മുന്നേ കിട്ടാത്തത് കൊണ്ട് സർവീസിലിരിക്കുന്ന ഒരുപാട് അധ്യാപകര് ഈ വരാൻ പോകുന്ന ജനറൽ കേട്ടറ്റ് എഴുതുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അവിടെയും ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, കുറച്ചും കൂടി ദിവസം കിട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടെ പഠിക്കായിരുന്നു എന്നുണ്ടെങ്കിൽ അത്തരക്കാർ എന്ത് ചെയ്യാം, ഈ സ്പെഷ്യൽ കേട്ടറ്റിനും കൂടെ അപേക്ഷിക്കാം. ഒരു കുഴപ്പമില്ല, ജനറൽ കേട്ടറ്റും എഴുതാം, സ്പെഷ്യൽ കേട്ടറ്റും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഓർത്തിരിക്കേണ്ടത്, സ്പെഷ്യൽ കേട്ടറ്റ് എഴുതാൻ പറ്റുന്നത് സാധാരണ കുട്ടികൾക്കല്ല, അല്ലെങ്കിൽ സാധാരണ ഉദ്യോഗാർത്ഥികൾക്കല്ല, മറിച്ച് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മറന്നു പോവണ്ട, ഈ മാസത്തോട് കൂടിയിട്ട് തന്നെ ആ ഒരു കേട്ടറ്റിന്റെ വിജ്ഞാപനം
പുറപ്പെടുവിക്കും. അതിനനുസരിച്ച് അധികം വൈകാതെ തന്നെ നമ്മുടെ പരീക്ഷയും നടക്കും. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ സർവീസിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ജോലി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യോഗ്യത നിങ്ങൾ നേടിയെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കുക. അതേപോലെ തന്നെ നമുക്ക് കേറ്ററ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ബാക്കി വരുന്ന ടീച്ചിങ് എക്സാംസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്